ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ പറയുന്ന 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ലോകവ്യാപകമായ ഭൂകമ്പം എന്നുള്ള വിഷയവും അതിനെ തുടർന്ന് സൂര്യൻ കറുത്തു, ചന്ദ്രൻ മുഴുവനും തുല്യമായി തീർന്നു എന്നൊക്കെ പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. 6-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ വായിക്കാം. 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ലോകവ്യാപകമായി മേൽപ്പറഞ്ഞ പോലെ ഭൂകമ്പം ഉണ്ടാകും. ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് 6-ാമത്തെ മുദ്ര തുറന്നു എന്ന് മനസ്സിലാക്കാം. അതേ തുടർന്ന് മേലെ പറഞ്ഞ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ വ്യത്യാസം കൂടെ ഉണ്ടാവും. മത്തായി 24:29 ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ നടക്കുന്നതായി പറയുന്നു. ഒരു വലിയ വിഭാഗം സുവിശേഷകർ 6-ാം മുദ്ര തുറക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് സംഭവിക്കുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. 21-ാമത്തെ സംഭവം ആയ 7-ാം ക്രോധകലശം ഒഴിച്ചതിന് ശേഷമേ യേശുക്രിസ്തു വരൂ. അത് പറയാൻ കാരണം മത്തായി 24:29 വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സമയത്താണ് കർത്താവ് യേശുക്രിസ്തു വരുന്നത് എന്നാണ് പറയുന്നത്. 30-ാമത്തെ വാക്യത്തിൽ കർത്താവ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് ഇവിടെ കാണിച്ചിട്ടില്ല. ആ സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ഉണ്ടാകുന്നത് എന്നാണ് ഒരു വലിയ വിഭാഗം സുവിശേഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഷ്ടം കഴിഞ്ഞ ഉടനെ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 21 സംഭവങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. അതിൽ ഒരു ഭാഗവും കഷ്ടങ്ങളാണ്. അതിൽ 6-ാമത്തെ കഷ്ടം എന്ന് പറയുന്നത് ആണ് ഇപ്പം ഈ പറഞ്ഞത്, ഈ വലിയ ഭൂകമ്പം. അപ്പോൾ അതാണോ അവസാനത്തെ കഷ്ടം? കഷ്ടം കഴിയില്ല. കഷ്ടം കഴിയണമെങ്കിൽ 21 കാര്യങ്ങൾ നടക്കണം. അതായത് 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ, ഇതെല്ലാം കഴിയുമ്പോഴേ കഷ്ടം തീരുന്നുള്ളൂ. അപ്പോഴാണ് ഈ പറഞ്ഞ സംഗതി ഉണ്ടാകുന്നത്. ഇത് അതായത് നേരത്തെ പറഞ്ഞ കാര്യം പിന്നെയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 7-ാമത്തെ ക്രോധകലശത്തെക്കുറിച്ച് ഉള്ള കാര്യം നമുക്കെടുക്കാം. 7-ാമത്തെ ക്രോധകലശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ്. 17-ാം വാക്യം. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അപ്പം നേരത്തെ ഭൂകമ്പം വലുതല്ലേ? ദ്വീപും മലയും ഒക്കെ നീങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ വലിയ ഭൂകമ്പമാണ്. ഇതുവരെ ഉണ്ടാവാത്ത അത്രയും വലിയ ഭൂകമ്പം ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് സകല ദ്വീപ് ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി, താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. കഷ്ടം കഴിഞ്ഞ ശേഷമാണ് യേശുക്രിസ്തു വരുന്നത്. ആ സമയത്ത് മെഗിദോ താഴ്വരയിൽ ഇസ്രായേലിനെതിരെ ലോകജാതികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചിട്ട് യേശുക്രിസ്തു അവിടെ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ശത്രുക്കളുടെ നാശവും ഉണ്ടാവും. അതായത് ഇസ്രായേലിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരുടെ നാശം അവിടെ സംഭവിക്കും. അധ്യായം 19-ലാണ് യേശുക്രിസ്തു വരുന്നതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. 19-ാം അധ്യായം 11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു, ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാ കഷ്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം വരുന്നത്. അവരുടെ സുവിശേഷത്തിലും അത് തന്നെയാണ് കാണുന്നത്. അതെവിടെ എഴുതിയിരിക്കണം നോക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും, ആകാശ ശക്തി ഇളകിപ്പോഴും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലോഭിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഈ സമയത്താണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുന്നത്. 6-ാം മുദ്ര തുറക്കുമ്പോഴല്ല. ഈ 6-ാം മുദ്ര തുറക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സമയത്തും സംഭവിക്കുന്നത്. 6-ാമത്തെ മുദ്ര തുറക്കുമ്പോഴാണ് യേശുക്രിസ്തു വരുന്നതെന്ന് പലരും പറയുന്നത് വാസ്തവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം. കാരണം ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ, ഓരോ ഇവൻറ്റ്സ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് വേറെ കാര്യം പറയാം. ഈ 20-ാം അധ്യായം നമ്മൾ എടുക്കാം.
ഈ ഓർമ്മത്തെറ്റുകളിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തെറ്റല്ല എഴുതിയിരിക്കുന്നത്, ഓർമ്മത്തെറ്റുകൾ വന്നിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് 1000 ആണ്ട് വാഴും. ഉൾപ്രാവണത്തെക്കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും പുനരുത്ഥാനത്തിന് ശേഷം ഉൾപ്രാവണം ഉണ്ടാവും, വളരെ കുറച്ച് പേർക്ക്. അന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം മുഴുവൻ തെറ്റാണെന്നാണ് അർത്ഥം. തെറ്റാണെന്നല്ല അർത്ഥം. അത് ഉണ്ട്, പക്ഷെ അത് എഴുതാൻ വിട്ടുപോയി. അതല്ലേ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം അത് വേറെ സ്ഥലത്തത് പറഞ്ഞ് അത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീവനോടെ ഇരിക്കുന്നവർ വയസ്സിൽ എടുക്കപ്പെടുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ അപ്പോസ്തലനായ യോഹന്നാനും എന്ന് തന്നെയല്ല, ബൈബിളിൽ തന്നെ പല സ്ഥലത്തും എഴുതാൻ മറന്നുപോയതുകൊണ്ട് ഈ ബൈബിൾ മുഴുവൻ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. അത് വായിക്കുന്ന ആൾക്കാർ അത് എല്ലാ ഭാഗങ്ങളും ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിനെപ്പറ്റി വ്യാഖ്യാനം നടത്താനായിട്ട്. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് തെറ്റിപ്പോവാൻ കാരണം. പിന്നെ പഴയതിലേക്ക് നമുക്ക് പോവാം. എന്നാൽ ഈ സംഭവം 7ാമത്തെ കലശം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധ വെച്ച് നോക്കുമ്പോൾ ചെറിയ, അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ ഒരു സുവിശേഷം ലോകമെങ്ങും ഘോഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ. അത് 7 മുദ്രകളും 7 കാഹളങ്ങളും 7 ക്രോധകലശങ്ങളും പൂർത്തിയാക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള ചില മനസ്സിലാക്കലുകൾ പുസ്തകം പഠിക്കുമ്പോൾ പലരും പറയുന്നതിൽ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഈ വെളിപ്പാട് പുസ്തകം ശരിയായിട്ട് വായിച്ച് അത് ഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ ഇതിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പ്രോസ്പെരിറ്റി തിയോളജിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പാട് പുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കുന്നത് ഗുണമുള്ള കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടപ്പാട് വരാൻ പോവുക എന്ന് ഒരു സുവിശേഷം പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം എന്നുള്ള അതിൻ്റെ അർത്ഥം. ഈ കഷ്ടപ്പാട് വരണേ എന്ന് പറയുമ്പോൾ ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ പ്രോസ്പെരിറ്റി തിയോളജി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു രഹസ്യമായിട്ട് വന്ന് എല്ലാവരും എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഈ കഷ്ടപ്പാട് ഒരുപാട് ദിവസത്തിൽ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു കത്തോലിക്ക പഠിപ്പിക്കലാണ് അത് വാസ്തവത്തിൽ. അതാണ് ഇവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഇവർക്ക് ഗുണമുണ്ട്, സാമ്പത്തിക ഗുണം അതിലുണ്ടാവും. പക്ഷേ നന്മ മാത്രം സുവിശേഷം മതിയല്ല. നമ്മളൊക്കെ എടുത്തു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ഇത്ര വലിയ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ അവർക്കത് പറയുന്നത് അതാണ് നല്ലത്. അതുകൊണ്ട് പലരും വിശ്വാസത്തിൽ വരും. ഈ കഷ്ടമൊന്നും സഹിക്കാതെ ഞങ്ങൾക്ക് സ്രോതത്തിലേക്ക് കയറി പോകാമല്ലോ എന്നുള്ള ധാരണയിൽ ആൾക്കാർ വിശ്വാസത്തിൽ വരാനും സാധില്ല. അപ്പൊ 2 ഗുണം അതിനുണ്ട്. പക്ഷേ ഇവിടെ രക്ഷയുണ്ട് എന്ന് പല സ്ഥലങ്ങളിലും ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവം നമ്മെ ക്രോധത്തിനല്ല എന്ന് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് പറയുന്നു. ക്രോധത്തിനല്ല വിളിച്ചിരിക്കുന്നത്, നമ്മളെ രക്ഷിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വരുമെന്നും പറയുന്നത് എബ്രായർ 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും റാപ്ചർ വഴിയാണ് നമുക്ക് ഈ രക്ഷ കിട്ടുന്നത് എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു മനസ്സിലാക്കലാണ് തെറ്റായിട്ടുള്ള സുവിശേഷം പറയാൻ കാരണമാണ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന ആൾക്കാർക്ക് രക്ഷ ഉണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ അങ്ങനെ പറയുക. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. ദൈവം നമ്മളെ വീണ്ടെടുക്കും. ആ വീണ്ടെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുദ്ര നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ കഷ്ടങ്ങൾ നമ്മളെ ബാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കഷ്ടത്തിങ്ങളുടെ ഉള്ളിൽ കൂടിയുള്ള രക്ഷയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ലോകത്തിനാൽ രക്ഷ കിട്ടില്ല. അത് കർത്താവ് യേശു മിശിഹാ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അധ്യായം ഞാൻ ഓർക്കുന്നില്ല. അതിൽ പറയുന്നത്, ഞാൻ ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അതായത് ലോകത്തിനാൽ രക്ഷ കിട്ടില്ല എന്നർത്ഥം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ വരുമ്പോൾ അതിൽ നിന്നുള്ളൊരു അത്ഭുതകരമായിട്ടുള്ളൊരു വിടുതൽ ദൈവം നമുക്ക് തരും. അതുതന്നെയാണല്ലോ ഇസ്രായേൽ ജനത്തിനെ 40 വർഷം മരുഭൂമിയിൽ കൊണ്ട് നടത്തിയ സമയത്ത് ഉണ്ടായ ആ ഒരു വിടുതലും അതുപോലെ തന്നെയായിരുന്നു. മരുഭൂമിയിലെവിടെ ഭക്ഷണം? സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, തേൻ കൊടുത്തു. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ കൊടുത്തില്ലേ? ഇതേ ഒരു അവസ്ഥ തിരിച്ചു വരാനാണ് പോകുന്നത്. ഭക്ഷണം കിട്ടാതാകുമ്പോൾ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് ഭക്ഷണം ദൈവത്തെ അനുസരിക്കുന്നവർക്ക് പ്രത്യേക ഭക്ഷണമാണ്, ദൈവത്തിൻ്റെ വക പ്രൊട്ടക്ഷനാണ്. അതിനെയാണ് ഇവർ റാപ്ചറാക്കി കണ്ടൻസ് ചെയ്യുന്നത്. അത് റാപ്ചർ അല്ലത്. റാപ്ചർ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഭൂമിയിലെ ജനസംഖ്യ വളരെ കുറയും അന്ത്യക്രിസ്തുവിൻ്റെ അവസാനമാകുമ്പോഴേക്കും. അത്ര ഭീകരമായിട്ടുള്ള കഷ്ടങ്ങളാണ് ഭൂമിയിൽ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റാപ്ചർ സുവിശേഷം അത് ഡേഞ്ചറസ് ആണ്.
അത് വിശ്വാസികളെ വഴിതെറ്റിക്കുകയും തെറ്റായ സുവിശേഷം പറയുന്നവരെ കൊല്ലാൻ ഉള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും പറഞ്ഞവരും നശിക്കും, അത് ചെയ്തവരും നശിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം വരും. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളിങ്ങനെ ഉപദേശിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ജോലിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയായിട്ടുള്ള തെറ്റായിട്ടുള്ള മനസ്സിലാക്കലുകളൊക്കെ മാറ്റി സത്യം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. രാഷ്ട്രം നോക്കിയിരിക്കുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു കാലം കാണാൻ ആഗ്രഹിക്കും, കാണുകയില്ലതാനും. അതല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും കർത്താവ് വരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത് ആൾക്കാർ. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണത്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് പോകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.